ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിതെല്ലാം. ഇത് ഒരു ക്യാരറ്റിനെ ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് 4-5 ബീൻസ് എടുത്തിട്ട് നീളത്തിൽ ചെരിച്ച് അരിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഇത് സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ലെമൺ, ഇത് ബിരിയാണി മസാല 1 ടീസ്പൂൺ, ഇത് ഓൾ സ്പൈസസ് ആണ്. കറുവപ്പട്ട, ഏലക്ക, പെരുംജീരകം, ബേ ലീഫ് എല്ലാം ഉണ്ട് ഇതിൽ. ഒരു ഗ്രാമ്പൂ എല്ലാം ചേർത്തിട്ടുള്ളതാണ്. ഇത് ഒരു 5 പച്ചമുളക്, അതുപോലെ 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതിനെല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണല്ല, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കി. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബീൻസ് ചേർക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ കളർ പൗഡർ ചേർക്കുന്നില്ല, പകരം ഒരല്പം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബിരിയാണി മസാലയാണ്. 1 ടീസ്പൂണോളം ബിരിയാണി മസാല അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. കാരണം ഞാൻ കുക്കറിലല്ല ഇവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ജീര റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ജീര റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ജീര റൈസാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ ഇത് നന്നായി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്നൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, ചൂടുവെള്ളം ചേർക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം, ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളൊരു കഷ്ണം ലെമൺ, അതായത് ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുരുവൊന്നുമില്ലാതെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയ്ക്ക് പകരം തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് വേവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ തൽക്കാലം മല്ലിയില ഇല്ല. ആവശ്യമുള്ളവർ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിനി നെയ്യ് ചേർക്കുന്നില്ല, ആദ്യം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.